ഇത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട്, വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മൗലിദാഘോഷം, സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആയത്ത് വേണം. മുസ്ലിം ആ പണി നിർത്തിക്കാളി. നിങ്ങൾ ആ വക ഏർപ്പാടില്ലല്ലോ, ഇതൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞാൽ അവിടെ പോയി പറ്റും. വളരെ മാന്യമായി നടക്കുന്ന വേദിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്ര വ്യക്തമായി ഇവിടെ പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരം നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലുള്ളാഹിക്ക് പരിചയമില്ല എന്നുള്ളത്. എന്നെക്കാൾ നിങ്ങൾക്കറിയാം, എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടതൊക്കെ അല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ, ഈ മനുഷ്യന്മാരെ തക്കിബിയെന്നറിയോ? നിങ്ങൾക്ക് സത്യം വിശ്വസിച്ചിട്ടാണ്, നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർ തക്കിബിയുണ്ട് അല്ലെങ്കിൽ കൂക്കി വിടുന്നത് ഇവിടുന്ന്. നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു, സദീഖ് ഖുറൈശിന്റെ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു. എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? നിങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടോ? ഈ വേദി വന്നിട്ട് പുറത്തും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ സദീഖ് ഖുറൈശി മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് മുറിക്കുന്ന ഏർപ്പാടില്ല, ഫുള്ളായത്താ പറഞ്ഞു. നിങ്ങൾ ആരെ ചോദിച്ചുകൊണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക. ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് അത് കൂടി ആഘോഷിക്കുക. എന്നിട്ട് പാടില്ലാന്ന് പറഞ്ഞാൽ ചോദിക്കുക ഇത് പാടില്ല ആയത്തുണ്ടോ? അതിനകത്ത് പറഞ്ഞ നാളെ പോയി സുബഹി 3 നിസ്കരിച്ചോളി, നാളെ പോയിട്ട് സുബഹി 3 നിസ്കരിക്ക്. എന്നിട്ട് മമ്മൂമിയോട് പറയും ഒരൊറ്റ ആയത്ത് 3 നിസ്കരിക്കാൻ പാടില്ലാതെ കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും എന്ന് നിങ്ങൾ പറയും. 10 നിസ്കരിക്കലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹു റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല. ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ജൂതന്മാരോട് പറഞ്ഞല്ലോ അവർക്ക് റസൂലാനെ അറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കൾ അറിയുന്ന പോലെ അവർക്ക് നബിയെ അറിയാം, പക്ഷെ ഒരു അംഗീകരിച്ചില്ല. അപ്പാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മാതൃക വിഷയത്തിലില്ല, സ്വഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഉ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ദീനാവും, ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി. അതാ ഇമാം മാലിക് പറഞ്ഞത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ദിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്. ഞങ്ങളെ വക അല്ല, ഞങ്ങളെ വക ഒരു ബടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാ. ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് യറാഹ ഹസന അവൻ പറയാൻ നല്ല ബിദ്അത്താണ്. അതോടൊപ്പം നിങ്ങളും പറഞ്ഞത് ഇവിടെ ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ലാഹ് പല ദീന് പൂർത്തിയാക്കി, മോലമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. അതിനർത്ഥം എന്താ? നബി നമ്മൾ പറ്റിച്ചു എന്നല്ലേ? പടച്ചോൻ പോലെ ദീന് പൂർത്തിയാക്കി. നിങ്ങളെ പോലത്തെ മോലമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീനിൽ കാണൂല, എന്നാൽ പിൽക്കാലത്തുണ്ടായില്ല, എന്നാ പാടില്ല ആയത്തുണ്ടോ? അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നിയായ പ്രശ്നമൊന്നുമല്ല. ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നുമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഭക്തങ്ങൾ വെച്ചത്? സ്വഹാബിമാരുടെ പേര് കളവുകൾ വെച്ചില്ലേ, താബിഈങ്ങളുടെ പേര് കളവുകൾ വെച്ചില്ലേ, ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ, നബിദിനം ആഘോഷിക്കാൻ തെളിവ് ആയത്ത് കൊടുത്തില്ലേ, നബിദിനാഘോഷം എഴുത്തതിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ, 3 പെരുന്നാളാമക്കളെന്ന് എഴുതിയിട്ടില്ലേ? അതൊന്നും ഇപ്പം ഉണ്ടാട്ടില്ല. നേരെ മറിച്ച് ഈ വക ഒട്ടുന്യായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതൊക്കെ കൊണ്ടുവരികളെ അതാ വേണ്ടത്. എന്നാ നമുക്ക് ഒന്നിച്ച് യാനേബിൻ ചൊല്ലി പിരിയാ, ഒരു പ്രശ്നമില്ല. അങ്ങനെ അടിസ്ഥാനമുണ്ടോ, അങ്ങനെ തെളിവുണ്ടോ? ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം. ഇല്ലേ ഇത് ദീനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ആ വക ശൈലി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരുണ്ടോ അത് നിങ്ങൾ പറയും. അല്ല ഇത് കറാഹത്താണ് ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. ഇത് ഹറാമൻ ആയിട്ടുണ്ടോ? അങ്ങനെ ആയിട്ടില്ല.
അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമാണ് എടുക്കാൻ പറ്റുക? ഈ ആയത്തിലുള്ള ഹറാമം ഒഴിവാക്കിയിട്ടുണ്ടോ? അല്ല ഹറാമായിട്ട് നേക്കുന്നതിനെ പറഞ്ഞ സംഗതിയാ പന്നി മാംസം ഹറാമാണ്, അത് ഒഴിവാക്കി. ശവം ഹറാമാണ്, അത് നിങ്ങൾ ഒഴിവാക്കി. രക്തം ഹറാമാ, അത് നിങ്ങൾ ഒഴിവാക്കി. അല്ലാഹു അല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹറാമാണ്, ഒഴിവാക്കിയിട്ടുണ്ടോ? വ്യക്തമായ ആയത്ത. അല്ലാഹുല്ലാത്ത പേര് നേർച്ചേർപ്പെട്ടത്, അല്ലാഹുല്ലാത്ത പേര് ബലിയർക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് പരിസരം ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ടവർക്ക് ഹറാം എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു. ഉള്ള ഹറാമ് മുഴുവൻ വാരിപ്പോൾ നടക്കും ചെയ്യാം, ഇല്ല ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക് മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അൽ ഫാക്കിഹാനി അദ്ദേഹമാണ് പറഞ്ഞത്, വലം യബ്ഖ ഇല്ലാ അൻ യകുന മക്റൂഹൻ ഔ ഹറാമാ. ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിദ്അത്തുണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.